വചനം, തിരുവചനം, വചനാഭിഷേകം നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വചനം കേട്ട് ആരംഭിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം സുന്ദരമായൊരു സംഭവം ഇവിടെ വിവരിക്കുന്നു. ഇതാണ് സംഭവം. ഇതിവൃത്തം ഇങ്ങനെയാണ്. പൗലോസും സീലാസും കൂടെ വചനം പ്രഘോഷിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാലഘട്ടം. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു പെൺകുട്ടിയെ, ഒരു അടിമ പെൺകുട്ടിയെ പൗലോസ് കാണുവാനിടയായി. അവൾ തൻ്റെ യജമാനന്മാർക്ക് ആദായമുണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നു. പൗലോസിൻ്റെയും മറ്റുള്ളവരുടെയും പുറകെ അവൾ നടന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഇതുപോലെ പല ദിവസങ്ങളിലും ഈ പെൺകുട്ടി പുറകെ നടന്ന് പൗലോസിനെയും മറ്റ് ശിഷ്യന്മാരെയും അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഒരല്പം അസ്വസ്ഥതയോടെ പൗലോസിലേക്ക് തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പറഞ്ഞു, വചനം പറഞ്ഞു വയ്ക്കുന്നു, അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. പരിശുദ്ധാത്മാവാണ് പ്രവചിച്ചത്, പരിശുദ്ധാത്മാവാണ് ആജ്ഞാപിച്ചത്. ആ നിമിഷം തന്നെ അശുദ്ധാത്മാവ് അവളിൽ നിന്നും ഇറങ്ങി പുറത്തുപോയി. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. തുടർന്ന് സംഭവിക്കുന്നത് ഇപ്രകാരമാണ്. ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് അവരെ പ്രഹരിച്ച് കാരാഗൃഹത്തിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരാഗൃഹത്തിൽ വെച്ച് വലിയ അടികളേറ്റിട്ടുണ്ട്, രക്തം വാർന്നൊഴുകുന്നുണ്ട്, മുറിവുണ്ട്, വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, നൊമ്പരമുണ്ട്. ഈ വേദനയ്ക്കിടയിലും രാത്രിയിൽ പൗലോസും സീലാസും ആ തടവറയിൽ ക്ഷീണിതരായിരുന്നു. എന്നാൽ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. കൈവിലങ്ങുകളെ കൈത്താളങ്ങളാക്കി അവർ പ്രാർത്ഥന ആരംഭിച്ചു. അർദ്ധരാത്രിയോടടുത്ത്, വചനം പറഞ്ഞു വയ്ക്കുന്ന 25-ാം വാക്യം, അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നതായി കണ്ടു. ഇതാണ് വചനം പറഞ്ഞു പോകുന്നു. പൗലോസും സീലാസും രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കൈകൊട്ടി സ്തുതിച്ച് സങ്കീർത്തനങ്ങൾ പാടി കർത്താവിനെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മഹത്വപ്പെടുത്തലിനിടയിൽ എന്തോ സംഭവിച്ചു. അടിത്തറ കുലുങ്ങി, തടവറ പൊട്ടുകയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഹൃദയം നുറുങ്ങുമാറ് വേദനിച്ചിട്ടുണ്ട്. ശരീരം മുഴുവൻ മുറിപ്പാടുകളാണ്. നൊമ്പരമുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്. എന്നാലും പൗലോസിൻ്റെ ഉള്ളിൽ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു പ്രത്യേകത എന്തായിരുന്നു? ഗലാത്യ ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം, സമാധാനം, ആനന്ദം, ഇങ്ങനെ പോകുന്നു. ആനന്ദം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ആനന്ദത്തെക്കുറിച്ചാണ്. മുറിപ്പെട്ടാലും വേദനിച്ചാലും ഒറ്റപ്പെട്ടാലും എൻ്റെ ഹൃദയത്തിൽ ഈ പ്രത്യേകത, പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലം അനുഭവിക്കാൻ എനിക്ക് പറ്റണം. 2 വാക്കുകളുണ്ട്, സന്തോഷവും ആനന്ദവും. സന്തോഷം ഹാപ്പിനെസ് ഇംഗ്ലീഷിൽ പറയും. എന്നാൽ ആനന്ദത്തിനുള്ള മറുവാക്ക് ജോയ്ഫുൾനെസ് എന്നാണ്. എന്താണ് ഈ 2 വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം? എളുപ്പമാണ്. പുറത്ത് നാം സമ്പാദിക്കുന്നതാണ് സന്തോഷം. എന്തൊക്കെയോ പുറത്തു നിന്ന് നാം സമ്പാദിച്ചെടുക്കുന്നുണ്ട്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത്, അതുമല്ലെങ്കിൽ ഒരു പ്രണയിനിയിൽ നിന്നും പ്രണയിതാവിൽ നിന്നും കിട്ടുന്നത്, അതുമല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ദിവസം, നല്ല സമ്പത്ത്, നല്ല ജോലി, വലിയ മാർക്കുകൾ, ഇതെല്ലാം നമുക്ക് നേടിത്തരുന്നതാണ് സന്തോഷം. ഇത് പുറത്തു നിന്ന് അകത്തേക്ക് വരുന്നു. എന്നാൽ അത് പൂർണ്ണതയിൽ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഹൃദയത്തിലേക്ക് എത്തുമെന്നും പറയാൻ പറ്റില്ല. മറ്റൊന്നാണ് ആനന്ദം, ജോയ്ഫുൾനെസ്. ഇതകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ്. ആനന്ദം ലഭിക്കുക കർത്താവിൽ നിന്ന് മാത്രമാണ്. 2014 ഫെബ്രുവരി മാസം 2-ാം തീയതി, നിങ്ങൾക്കറിയാം, അന്നത്തെ പ്രത്യേകത സമർപ്പിതരുടെ തിരുനാൾ ദിവസമാണ്. സമർപ്പിതരുടെ തിരുനാൾ ദിവസം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിതർക്ക് ഒരു കത്തെഴുതി. റിജോയ്സ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. റിജോയ്സ് ഇൻ ദ ലോർഡ്. മനോഹരമായി എല്ലാ ഇടങ്ങളിലും പാടിക്കേൾക്കുന്ന ഒരു പാട്ടാണ് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. അത് തന്നെയാണ്, കർത്താവിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ.
കർത്താവിൽ സന്തോഷിക്കാം. എന്നാൽ ഹൃദയത്തിൽ നിന്നും പൊട്ടിയൊഴുകുന്നതിന് പറയുന്ന വാക്കാണ് ആനന്ദം. തമ്പുരാൻ ഹൃദയത്തിൽ വരുമ്പോൾ ആനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. മുറിപ്പെട്ടാലും, അസ്വസ്ഥതയിലായിരുന്നാലും, പരാജയപ്പെട്ടാലും, സാമ്പത്തിക ബാധ്യതകളുടെ പേമാരി മുകളിൽ പെയ്തിറങ്ങിയാലും ഉള്ളിൽ ഒരു സമാധാനം. അതാണ്, ആ അവസ്ഥയുടെ പേരാണ് ആനന്ദം. എല്ലാ അസ്വസ്ഥതകൾക്കും മീതെ നിൽക്കുന്ന ഒന്നാണ് ആനന്ദം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം: നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ദൈവപുത്രനായിരുന്നു. ചുറ്റും വലിയ ഗണങ്ങളുണ്ടായിരുന്നു. ഒരു ചെറിയൊരു അത്ഭുതം പ്രവർത്തിച്ചാൽ മതിയായിരുന്നു കുരിശിൽ കയറുന്നതിന് മുൻപ്. എന്നാൽ കർത്താവ് എന്താ ചെയ്തത്? സന്തോഷത്തെ മുഴുവനായിട്ടും ത്യജിച്ചു. തൻ്റെ ജീവനും ജീവിതവും എല്ലാം കുരിശിലെ ആ 3 ആണികളിന്മേൽ അർപ്പിക്കുകയായിരുന്നു, ആനന്ദത്താൽ നിറയുവാനായിട്ട്. ഫിലിപ്പി 3:1: ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. നിങ്ങൾ കരുതുന്നുണ്ടോ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ആ 3 ആണികളിന്മേൽ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ തൂക്കപ്പെട്ട് കിടക്കുകയാണ്? ആ അവസരത്തിൽ നിറഞ്ഞ വേദനയോടെ മനുഷ്യത്വത്തിൻ്റെ നിറവിൽ കർത്താവ് നിലവിളിക്കുന്നുണ്ട്. ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആ വിളിയുടെ ഇടയിലും കർത്താവിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞത് ആനന്ദം തന്നെയായിരുന്നു. ആനന്ദം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മറുവാക്കൊന്നും കൂടാതെ, അസ്വസ്ഥതകളേതുമില്ലാതെ കുരിശിന്മേൽ അവിടുന്ന് പീഡ സഹിച്ച് സ്വർഗത്തിലേക്ക് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻപിൽ കർത്താവ് വച്ച് നീട്ടുകയാണ്. സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. എന്തും തിരഞ്ഞെടുക്കാം. സന്തോഷം വേണോ, ആനന്ദം വേണോ? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സന്തോഷിക്കുന്നവരെല്ലാം പാപികളാണ് എന്നല്ല അച്ഛൻ പറയുന്നത്. സന്തോഷം ഒരിക്കലും പാപമല്ല. സന്തോഷം പാപികൾക്ക്, ആനന്ദം വിശുദ്ധർക്ക് എന്നല്ല അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത്. സന്തോഷിക്കാം, എന്നാൽ ആനന്ദത്തിൽ നിന്ന് ഉരുവാകുന്ന സന്തോഷമാണ് നമുക്ക് വേണ്ടത്. എ ഹാപ്പിനെസ് ഫ്രം ദ ജോയ്. ആ ആനന്ദം കർത്താവിൽ നിന്ന് വരേണ്ടതാണ്. കർത്താവിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിൽ നിന്നും ഒഴുകി ഇറങ്ങണം സന്തോഷം. പുറത്ത് എല്ലാം മനോഹരമായി ഒരുക്കപ്പെടുമ്പോഴും ഉള്ളിൽ ആനന്ദമില്ലെങ്കിൽ അതെല്ലാം ശൂന്യതയിൽ കൊണ്ടെത്തിക്കും. ഉദാഹരണം, ഇപ്പോൾ നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥം നമ്മുടെ മുൻപിലേക്ക് നമുക്ക് ലഭിക്കുകയാണെന്ന് കരുതുക. ഉദാഹരണത്തിന് ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി നമ്മുടെ മുൻപിൽ ലഭിക്കുകയാണ്. ഒത്തിരി സന്തോഷം ഉണ്ടാവും. കഴിക്കാൻ തോന്നും, തിന്നാൻ തോന്നും, മുഖമൊക്കെ പ്രസന്നമാകും. അപ്പോൾ അത് കഴിച്ചു എന്ന് കരുതുക. കഴിച്ചു കഴിഞ്ഞു. കഴിച്ചു കുറച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ആരോ വന്ന് പറയുകയാണ്, നീ കഴിച്ച ബിരിയാണിക്കകത്ത് വിഷമുണ്ട്. തീർന്നു സന്തോഷം. സന്തോഷം തീർന്നു. ഇതാണ് സന്തോഷം. പെട്ടെന്ന് അസ്തമിച്ചു പോകും, നീണ്ടു നിൽക്കില്ല. എന്നാൽ ആനന്ദമാണ് ഉള്ളിലുള്ളതെങ്കിൽ എത്ര വേദനിച്ചാലും എത്ര അസ്വസ്ഥപ്പെട്ടാലും ഞാൻ തളരില്ല, ഞാൻ തകരില്ല. രോഗം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, മഴക്കെടുതികൾ മൂലം അസ്വസ്ഥതകൾ ഏറെ വന്നാലും തളരില്ല. കാരണം ഇതെല്ലാം തമ്പുരാൻ അറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതാണ് വാക്ക്. ദൈവപരിപാലന, പ്രോവിഡൻസ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദുഃഖിക്കാൻ കഴിയില്ല. കാരണം ഉള്ളിൽ എന്തുണ്ട്? ആനന്ദം നിറഞ്ഞു കവിയും. വിശുദ്ധരുടെ ജീവിത കഥകളിലെല്ലാം നാം കണ്ടെത്തുന്നതാണ് ഈ ആനന്ദം. പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞു കവിഞ്ഞുള്ള ആനന്ദം. നാം നേരത്തെ വായിച്ചു കേട്ടു, പത്രോസ് തടവറയിൽ വെച്ച് ആർത്തു പാടി സ്തുതിക്കുകയായിരുന്നു. മുറിപ്പെട്ടിരുന്നു, വേദനിക്കുകയായിരുന്നു, ശീലാസൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അവർ ഒന്നു ചേർന്ന് സ്തുതിച്ചു, പാടി. എന്തുകൊണ്ടാണ്? എന്താണ് അവരെ ആ പ്രാർത്ഥനയിലേക്ക് നയിച്ചത്? ഈ ആനന്ദം. ഞാൻ മുറിപ്പെട്ടത്, ഞാൻ അടിയേറ്റു വാങ്ങിയത്, ഞാൻ ഒറ്റപ്പെട്ടത്, ഞാൻ ഈ കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടറയിലായിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? കർത്താവിന് വേണ്ടിയാ. അത് കർത്താവ് അറിഞ്ഞിട്ടുണ്ട്. ഈ ബോധ്യമാണ് ആ
പൗലോസ്ലീഹായിലും ആനന്ദം നിറച്ചത്. സീലാസും കൂട്ടിനുണ്ടായിരുന്നു. അവർ ഒന്നു ചേർന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്നും ബഹിർഗമിച്ചത് പരിശുദ്ധാത്മാവായിരുന്നു. ആ ആനന്ദത്തിൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാണ് അവിടെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് വലിയ വിശുദ്ധീകരണം സാധ്യമാക്കിയത്. തടവറ കുലുങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പടയാളികൾ പേടിച്ചു വിറച്ചു. അവർ ഓടി വന്ന് നോക്കിയപ്പോൾ പൗലോസിനെയും സീലാസിനെയും കാണുന്നില്ല. അവർ ആത്മഹത്യക്കൊരുങ്ങിയപ്പോൾ അകത്തു നിന്നൊരു സ്വരം, കൂട്ടുകാരെ, സ്നേഹിതരെ, അവിവേകം കാണിക്കരുത്. അവർ വന്നു ചേർന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ വാക്ക്, ബിലീവ് ഇൻ ദ ലോർഡ്, യു വിൽ റിസീവ് ദാറ്റ് റിജോയ്സ്മെൻറ്റ്. ബിലീവ് ഇൻ ദ ലോർഡ് ആൻഡ് യു വിൽ റിസീവ് ദ ജോയ്. കർത്താവിൽ വിശ്വസിക്കുക, നിൻ്റെ അകത്തും നിൻ്റെ ഹൃദയത്തിലും ആനന്ദം കടന്നു വരും. അതാണ് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. വിവിധ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ ആനന്ദിക്കുവിൻ. ബി ജോയ്ഫുൾ വെൻ യു റിസീവ് ഓൾ ദ ട്രിബുലേഷൻസ്. അതാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. വിശുദ്ധരുടെ എല്ലാം ജീവിതത്തിൽ കണ്ടെത്തുക ഈ ആനന്ദത്തിൻ്റെ നിറവാണ്. വിശുദ്ധ സിസിലിയ പുണ്യവതി ഓർക്കുന്നില്ലേ? സിസിലിയ പുണ്യവതി കർത്താവിന് വേണ്ടി നിത്യകന്യകാത്വം നേർന്ന് വിശുദ്ധി പാലിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ഗായകരുടെ മധ്യസ്ഥയായ, ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലി പുണ്യവതി. സിസിലി പുണ്യവതി വിശുദ്ധി സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ത്യജിക്കുകയാണ്. ഒരു ചെറുപുഞ്ചിരി ആ വിശുദ്ധയുടെ മുഖത്തെപ്പോഴും ഉണ്ടായിരുന്നു. ശത്രുക്കൾ 3 വട്ടം സിസിലി പുണ്യവതിയുടെ ശിരസിന് ക്രൂരമായ കഠാര ഉപയോഗിച്ചുകൊണ്ട് വെട്ടി എന്ന് പറയപ്പെടുന്നുണ്ട്. 3 വട്ടം വെട്ടി ശിരസ് അറ്റുപോകുന്ന അവസ്ഥയിൽ അവൾ 3 ദിവസം അവിടെ കിടന്നു. 3 ദിവസവും പാട്ടുപാടി സംഗീതം ആലപിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരുന്നു ആ വിശുദ്ധ ഇരുന്നത്. ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു. അതാണ് ആനന്ദം. 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് അവൾ പ്രാർത്ഥിച്ചു, മതി തമ്പുരാനെ, മതി, ഇനി അങ്ങയുടെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ ഗീതങ്ങൾ ആലപിച്ചു കൊള്ളാം. ആ വിശുദ്ധാത്മാവ് പറന്നകന്നു. 12-ാം വയസ്സിൽ വിശുദ്ധിക്ക് വേണ്ടി 14 പ്രാവശ്യം കുത്തേറ്റ് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ മരിയാഗുരേത്തിയുണ്ട്. മരിയാഗുരേത്തി വിശുദ്ധിക്കെതിരായിട്ട് പ്രലോഭനമുണ്ടായപ്പോൾ മേലും കീഴും നോക്കാൻ അവൾക്കുണ്ടായിരുന്നില്ല. കത്തി മുന്നിൽ പിടിച്ചുകൊണ്ട് അവളുടെ ഘാതകൻ അവളോട് ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ ശയിക്കണോ അതോ വിശുദ്ധി വേണോ? അവൾ പറഞ്ഞു, എനിക്ക് മരണം മതി, കർത്താവിന് വേണ്ടി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 14 പ്രാവശ്യം കുത്തേറ്റ് ആശുപത്രിയിൽ അവൾ മരണത്തോട് മല്ലടിച്ച് കിടന്നപ്പോഴും മുഖത്തൊരാനന്ദമുണ്ടായിരുന്നു, മുഖത്തൊരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. ഈ അവസ്ഥയുടെ പേരാണ് ആനന്ദം. അത് കർത്താവിന് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ. ഇറങ്ങിത്തിരിക്കാം കർത്താവിൻ്റെ ആനന്ദം ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട്. വിശുദ്ധ ലോറൻസിനെ ഓർക്കുന്നില്ലേ? വിശുദ്ധ ലോറൻസ് മതപീഡന കാലഘട്ടത്തിൽ മതപീഡനത്തിൻ്റെ എല്ലാ വേദനയും അനുഭവിച്ചൊരു വിശുദ്ധനാണ് ഈ വിശുദ്ധ ലോറൻസ്. ഒരു വലിയ പാത്രത്തിന്മേൽ അടിയിൽ തീ കൊളുത്തി വലിയ ചട്ടുകത്തിന്മേൽ കിടത്തിയിട്ട് എണ്ണ തിളപ്പിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ വിശുദ്ധനെ കിടത്തി. ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ വെണ്ണീറാകുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ വിശുദ്ധ ലോറൻസ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, അല്ലയോ ചക്രവർത്തി, അങ്ങ് അറിയുന്നില്ലേ, എന്നെ കാണുന്നില്ലേ, എൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു, എന്നെ മറിച്ച് കിടത്തുക, എൻ്റെ മറുവശവും കൂടെ വേകട്ടെ, അങ്ങനെ കർത്താവിന് വേണ്ടി ഞാൻ സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഇതാണ് വിശുദ്ധരുടെ ജീവിതം. മറ്റൊരു വിശുദ്ധൻ അന്തിയോക്യായിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അന്തിയോക്യായിലെ ഇഗ്നേഷ്യസിൻ്റെ കഥ. റോമിലേക്ക് നടത്തി കൊണ്ടുപോവുകയാണ് ഇഗ്നേഷ്യസിനെ. ഒരുപാട് കത്തുകളിലൂടെ കർത്താവിനോടുള്ള സ്നേഹം വഴിനീളെ അദ്ദേഹം പ്രകടിപ്പിച്ചു. റോമിലെത്തിയപ്പോൾ ട്രാജൻ ചക്രവർത്തി വിശുദ്ധനോട് ചോദിക്കുകയാണ്, അല്ലയോ അന്തിയോക്യായിലെ ഇഗ്നേഷ്യസ്, നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം, മേലിൽ ക്രിസ്തു ഈശോ എന്ന നാമം നീ ഉരുവിട്ടു പോകരുത്. അപ്പോൾ ചിരിയോടുകൂടെ, ഒരു പുഞ്ചിരിയോടുകൂടെ ഈ വിശുദ്ധൻ പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, മറ്റെന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, പക്ഷേ ഈശോ എന്ന നാമം ഉരുവിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഉരുവിടും. ചക്രവർത്തി ചോദിച്ചു, ഉരുവിട്ടാൽ നിൻ്റെ നാവ് ഞാൻ അറുത്ത് കളയും. വീണ്ടും ഇഗ്നേഷ്യസ് മറുപടി പറഞ്ഞു, നീ എൻ്റെ നാവറത്താലും ഞാൻ ഈശോ എന്ന് നിലവിളിച്ച് പറയും, ഉദ്ഘോഷിക്കും. വീണ്ടും ചക്രവർത്തി ചോദിച്ചു, അല്ലയോ ഇഗ്നേഷ്യസ്, നിൻ്റെ നാവറത്താൽ നീ എങ്ങനെ വിളിക്കും? അപ്പോൾ ഇഗ്നേഷ്യസ് വീണ്ടും പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ചങ്കിനകത്ത് ഈശോ എന്ന നാമം എഴുതപ്പെട്ടിട്ടുണ്ട്,
അതൊരിക്കലും അവസാനിക്കില്ല. ചക്രവർത്തി കോപാക്രാന്തനായി. ആ ചക്രവർത്തി, ട്രാജൻ ചക്രവർത്തി, ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അല്ലയോ ഇഗ്നേഷ്യസ്, ഒരവസരം കൂടെ, നിന്നെ ഞാൻ വധിക്കാൻ പോകുന്നു. വീണ്ടും ഇഗ്നേഷ്യസിൻ്റെ മറുപടി, നീ എന്നെ വധിക്ക്, എൻ്റെ ഹൃദയം തുറന്നു നോക്ക്, ഈശോ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന നിനക്ക് കാണാം. കോപാക്രാന്തനായ ചക്രവർത്തി അവനെ വധിച്ച് സ്വന്തം കൈകൾ കൊണ്ട് അവൻ്റെ ഹൃദയം പിളർന്നു നോക്കുകയാണ്. ശരീരം തുറന്ന് പരിശോധിച്ചപ്പോൾ ചങ്കിനകത്ത് എഴുതപ്പെട്ടിരുന്നു ചുവന്ന ലിപികളിൽ ഈശോ. അതാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുമ്പോഴുള്ള ആനന്ദം. ആനന്ദിച്ചാഹ്ലാദിക്കാം. അതാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ആനന്ദിച്ച് ആഹ്ലാദിക്കാം. 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനങ്ങളിലെ എണ്ണിത്തീരാൻ പറ്റാത്ത അത്രയും വാക്യങ്ങളുടെ മുഴുവൻ ഇതിവൃത്തം ഈ ആദ്യത്തെ 2 വാചകങ്ങളിൽ സംക്ഷിപ്തമായി എഴുതി വച്ചിട്ടുണ്ടെന്ന്. 1-ാം സങ്കീർത്തനം 1ഉം 2ഉം വാക്യങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ആ വചനം പറഞ്ഞു വയ്ക്കുന്നു, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ തെറ്റായ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ പാപികളുടെ പാപം ചെയ്യാതിരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുക. എന്താണ് പരിഹാസകർ ചെയ്യുന്നത്? എല്ലാവരെയും വിളിച്ച് രാവിലെ മുതൽ പ്രദോഷം വരെ എല്ലാവരുടെയും കുറ്റങ്ങൾ പറഞ്ഞു, ഇതൊന്നും ചെയ്യാതെ പാപ വഴികളിൽ നിന്നകന്ന് ജീവിക്കുന്നവൻ, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. ഇതാണ് അവൻ്റെ ആനന്ദം. കർത്താവിന് വേണ്ടി ജീവൻ മാറ്റിവെക്കുന്നവൻ, കർത്താവിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവൻ, അവൻ്റെ ആനന്ദമെല്ലാം കർത്താവിലാണ്. വിശുദ്ധ പീറ്റർ ക്രിസോളഗസ് എന്ന മെത്രാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ക്രിസോളഗസ്, സ്വർണ്ണ വാക്ക്. എല്ലാ വാക്കുകളും സ്വർണമായി തീരണം, എല്ലാ വരമൊഴികളും സ്വർണമായി തീരണം, അല്ലെങ്കിൽ അതിൽ നിന്നും ആനന്ദം ഒഴുകില്ല. വീണ്ടും സങ്കീർത്തനം 16-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം സങ്കീർത്തനകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. നാം നേരത്തെ പറഞ്ഞു, സന്തോഷം ആനന്ദത്തിൽ നിന്നും ഒഴുകണമെന്നത് ഈ വചനം കൃത്യമായിട്ടത് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. മറ്റൊരിടത്തു നിന്നും ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. ആനന്ദം ലഭിക്കണമെങ്കിൽ ആ പൂർണ്ണത ലഭിക്കുക കർത്താവിൽ നിന്ന് മാത്രമാണ്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു 1-1.5 മാസമായി കാണും, ഒരു സഹോദരൻ അച്ഛനെ കാണാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ഈ സഹോദരനെ 1-2 സന്യാസിനിമാരാണ് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ സന്യാസിനിമാർ പറഞ്ഞിരുന്നു, ഈ സഹോദരന് മുടി കൊഴിച്ചിലുണ്ട്. ഏകദേശം 20-22 വയസ്സേ ഉള്ളൂ. നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതയാണ്. അത്യാവശ്യം കഷണ്ടിയായി. ഈ കുഞ്ഞ് കോളേജിൽ പോകാനോ അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുവാനോ റെഡിയല്ല. എന്തോ ഒരു അസ്വസ്ഥതയാണ്. സ്കൂളിൽ പോകും, അത്യാവശ്യം കോളേജിലൊക്കെ പോകും, പക്ഷേ എല്ലാത്തിൽ നിന്നൊന്നും വിട്ടു മാറി നിൽക്കുകയാണ്. വിളിച്ചു, കണ്ടു. ആ പയ്യൻ ധ്യാനത്തിൽ വന്ന് സംബന്ധിച്ചു. ധ്യാനത്തിനിടയ്ക്ക് വെച്ച് അച്ഛൻ സംസാരിക്കുകയുണ്ടായി. സംസാരിക്കുമ്പോൾ ആ പയ്യൻ പറയാ, ഇതൊക്കെയാണ് പ്രശ്നം. ആ ധ്യാനത്തിനിടയ്ക്ക് ഒരു ആരാധനയ്ക്കിടയ്ക്ക് കർത്താവ് അവനെ തൊടുന്നൊരനുഭവം ആ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഥ അവസാനിക്കുന്നില്ല. പിന്നീട് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഈ പയ്യനെ വീണ്ടും അച്ഛൻ കാണാനിടയായി. അപ്പോഴാണ് ഈ മകൻ്റെ ജീവിതത്തിലെ ചരിത്രം അച്ഛൻ അറിയുന്നത്. അമ്മ വന്ന് പറഞ്ഞു, ഈ പയ്യന് ഏകദേശം 8 വയസ്സുള്ളപ്പോൾ ഹൃദയത്തിനകത്തൊരു ദ്വാരമുണ്ടെന്ന് അവരറിഞ്ഞു. ഹൃദയത്തിനകത്തൊരു ദ്വാരം. അപ്പോൾ അത് അടയ്ക്കണമെന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞു. അപ്പോൾ നല്ല വിശ്വാസ തീക്ഷ്ണതയുള്ള അമ്മയും അപ്പനും ഒരു കുഞ്ഞനിയത്തിയുമുള്ള സഹോദരനാണ്. നല്ല വിശ്വാസമാണ്. എന്നും എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ 8 വയസ്സുണ്ടായിരുന്ന കാലഘട്ടം, അന്ന് അവൻ ഈ അസ്വസ്ഥതയുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞു പ്രായത്തിലും എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചാൽ മാറ്റുമല്ലോ അമ്മേ, അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് തനിയെ ആ ഹൃദയത്തിൻ്റെ ദ്വാരം അടഞ്ഞു പോയി എന്നാണ് അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, 2 ആഴ്ച മുൻപ് ആ സഹോദരൻ വീണ്ടും കാണാൻ വന്നു. ധ്യാനമൊക്കെ കൂടി, മിടുക്കനായിരുന്നു, എല്ലാം റെഡിയാണ്, പള്ളിയിൽ പോകും, എല്ലാം ഓക്കെയാണ്, മിടുക്കനാണ്. അതുപോലൊരു യുവാവിനെ ഇന്നത്തെ ലോകത്ത് കണ്ടെത്താൻ നമുക്കാവില്ല. ആ പയ്യൻ വന്നപ്പോൾ ഏറെ സങ്കടത്തോടു കൂടി അമ്മയും മോനും കൂടെയാണ് വരുന്നത്. സംഭവം ഇതായിരുന്നു, ആ സഹോദരന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്, അതും അവൻ്റെ പ്രൈവറ്റ് ഭാഗത്ത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അറിയുന്നവരെല്ലാം അവനെ കളിയാക്കുകയാണ്. വീണ്ടും അസ്വസ്ഥത. അപ്പോൾ ഈ കുഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഈശോ ഈ ഹൃദയത്തിൻ്റെ വാൽവൊക്കെ അടച്ചതല്ലേ, ഇതും എൻ്റെ ഈശോ ശരിയാക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ നിർബന്ധിച്ചാണ് അവനെ സ്കാനിങ്ങിനും മറ്റുമൊക്കെ വിധേയനാക്കിയത്. ഒടുവിൽ ഡോക്ടറിൻ്റെ ആവശ്യപ്രകാരം അവനെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ വെച്ച് ചെറിയൊരു ഓപ്പറേഷൻ നടന്നു. അപ്പോൾ അത് അവൻ്റെ ശരീരത്തിലേക്ക് ആ മുഴ, ആ ക്യാൻസറിൻ്റെ അണുക്കൾ ബാധിച്ചിരുന്നില്ല. ധ്യാനം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കണ്ടെത്തി. നമുക്കറിയാം, ചിലർക്കൊക്കെ ക്യാൻസർ വന്നാൽ അവസാന സ്റ്റേജിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ തമ്പുരാനോട് ചേർന്നിരുന്ന ആ കുഞ്ഞിന് കർത്താവ് കൃത്യമായിട്ടും വെളിപ്പെടുത്തി കൊടുത്തു. അവൻ്റെ മുഖത്ത് അസ്വസ്ഥതയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ ഹൃദയത്തിൽ എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടാവും, സംരക്ഷിക്കും. അതാണ് ആനന്ദം, അതാണ് ആനന്ദം. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ദൈവപരിപാലനയിലെ ആശ്രയത്വം ഒരിക്കലും തളരില്ല. എത്ര അസ്വസ്ഥത വന്നാലും ആ മകൻ തളരില്ല, പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇന്നും വൈകുന്നേരങ്ങളിൽ അവൻ കോളേജിലെ പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദേവാലയത്തിലേക്ക് ഓടും, കാപ്പി പോലും കുടിക്കാതെ പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശോയെ സ്വീകരിക്കാനായിട്ട്. ഇതാണ് ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു തുളുമ്പുന്ന ആ ആനന്ദം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. ഇതാണ് അൽഫോൻസാമയെ ഒരുപാട് സ്വാധീനിച്ച വാക്യം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. അഴിയപ്പെടണമെങ്കിൽ കർത്താവ് തരുന്ന ഈ ആനന്ദത്തെക്കുറിച്ചുള്ള ബോധ്യം വേണം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നാമും വീണു പോയേക്കാം. വചനം പറഞ്ഞു വയ്ക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറച്ചു വയ്ക്കുന്നു. ഭണ്ഡാരം എന്നത് ഹൃദയമാണ്. ഭണ്ഡാരം നിറയേണ്ടത് ആനന്ദത്താലാണ്. അത് കർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. കർത്താവ് തരുന്ന ആനന്ദത്താൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സങ്കീർത്തനങ്ങൾ 117 മനോഹരമായി ഇങ്ങനെ വിവരിച്ചു വയ്ക്കുന്നുണ്ട്. കർത്താവിൽ ആനന്ദിച്ചാഹ്ലാദിച്ച് കർത്താവിനെ സ്തുതിക്കേണ്ട വചനഭാഗമാണ് ഈ സങ്കീർത്തനം 117. ഓരോ ദിവസവും പ്രഭാതത്തിൽ ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ്, എന്നാൽ ഏറ്റവും മനോഹരമായ സങ്കീർത്തനങ്ങളിലൊന്നാണ് സങ്കീർത്തനങ്ങൾ 117. ഇപ്രകാരം: ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ആനന്ദത്താൽ നിറയണമെങ്കിൽ എല്ലാം കർത്താവാണ് തരുന്നത്, എല്ലാം അവിടുന്ന് അറിയുന്നു. എൻ്റെ കരം പിടിച്ച് എൻ്റെ കൂടെ കർത്താവുണ്ടെന്ന ബോധ്യം വേണം. 131-ാം സങ്കീർത്തനത്തിൻ്റെ പൂർണ്ണത നിറയണം. എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ആ ബോധ്യത്തിലായിരിക്കാം കർത്താവ് ആനന്ദത്താൽ നമ്മുടെയും ഹൃദയമാകുന്ന ഭണ്ഡാരങ്ങൾ നിറയട്ടെ. പ്രാർത്ഥിക്കാം, ആനന്ദിക്കാം, കർത്താവിൽ ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം നമുക്കും ഉണ്ടാകട്ടെ. ആമേൻ.